ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഫ്രൂട്ട് കാർവിങ് പഠിച്ചാലോ? വെജിറ്റബിൾ കാർവിങ്, ഫ്രൂട്ട് കാർവിങ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്കിന്ന് തുടങ്ങിയാലോ? പപ്പായ വെച്ചിട്ട് പഠിച്ചു തുടങ്ങാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാട്ടോ ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു പച്ച പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. പഴുത്ത പപ്പായയാണ് ഇത്തിരി കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ ഇത് പഠിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്ലവർ വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഈ അടപ്പ് വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് പാട് വരുത്തി ഇങ്ങനെ കൊടുക്കാം കേട്ടോ. നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കായേ. പച്ചപ്പപ്പായ ആയതുകൊണ്ട് കറയൊക്കെ ഉണ്ടാവും. നമുക്ക് ആ കറയൊക്കെ ഒന്ന് തുടച്ച് കളയാം. നമ്മളിനി കത്തി ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മൾ പാട് വരുത്തിയ ഭാഗം ഇത്തിരി കൂടെ ആഴത്തിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ ഒന്ന് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് കുറച്ച് സൈഡ് എടുത്ത് കളയുന്നുണ്ട്. ഇതുപോലെ ചരിച്ച് പിടിച്ച് എടുത്ത് കളയാം. കത്തി ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് കുറച്ചങ്ങോട്ട് എടുത്ത് കളയുന്നുണ്ട്. നമ്മൾ ആദ്യം കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് എടുത്ത് കളയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് നമ്മുടെ പൂവിൻ്റെ ഉള്ളിൽ വിത്ത് പോലെ ഇരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വി ഷേപ്പിലിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതും ഒരു കണ്ടോ ഇതുപോലെ കിട്ടും. അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് നമുക്കത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൂവിൻ്റെ ഇതളുകൾ വരച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ആണല്ലോ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇതളുകൾ തന്നെ നമുക്ക് വരയ്ക്കാം. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വിട്ടാൽ മതി. ഇനി നമുക്ക് ഈ രണ്ട് ഇതളിൻ്റെയും ഇടയിലുള്ള മിഡിൽ പോർഷൻ നമുക്ക് എടുത്തു കളയണം. അപ്പോൾ നമ്മൾ കത്തി ഉപയോഗിച്ച് അല്പം ആഴത്തിൽ കുഴിച്ചെടുക്കാം കേട്ടോ. അത് നമുക്കൊരു വി ഷേപ്പിൽ ചരിച്ചങ്ങ് എടുത്ത് കളയാം ആ പീസ്. അതുപോലെ തന്നെ എല്ലാ ഇതളിൻ്റെയും ഇടയിലുള്ള പോർഷൻ എടുത്ത് കളയാം. അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പം ഇതുപോലെ പപ്പായയിലൊക്കെ ചെയ്ത് പഠിക്കുക. പല രീതിയിലുള്ള ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ച് പഠിക്കാം. അതിന് ശേഷം നമുക്ക് തണ്ണിമത്തനിലോട്ടൊക്കെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതളിൻ്റെ ഉള്ളൊന്ന് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇതളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുത്ത് കളയാം. അതിനിങ്ങനെ കത്തി അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ആ പപ്പായ ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ അവിടെ ഒരു ഹോള് പോലെ കിട്ടും. അപ്പോൾ അതും ഇതളിൻ്റെ ഉള്ളിൽ അങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഈസി അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്